ഹാഫിളായി, സംരക്ഷകനായി, മുദബ്ബിറുൽ ആലമായി അല്ലാഹ് മതി എന്ന് ചില ആൾക്കാർ പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഓൽക്കുണ്ടായ ഗതികേട്. ഈ ഹംകിങ്ങൾ പ്രസംഗിക്കാണ്, കേട്ടോക്കി. നിങ്ങൾ മശായിഖന്മാരെ തൊട്ടു, നിങ്ങൾ പറഞ്ഞില്ലേ അവിടുന്ന് എന്തെന്ന്? പാവപ്പെട്ട പ്രവർത്തകന്മാരെ ആവേശം കൊള്ളിച്ചിട്ട് ഹാഫിളായിട്ട് അല്ലാഹ് മാത്രം മതിയെന്ന്. അന്ന് തുടങ്ങി നിങ്ങളെ കട്ടകാലം, അന്ന് തുടങ്ങി നിങ്ങളെ ഗതികേടിന്റെ ആരംഭം. സഹോദരങ്ങളെ, ഇതൊന്നും പറയുമ്പോ ഒരു ബേജാറ് ഓന്റെ മുഖത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ബേജാറുണ്ടാവുള്ളൂ അല്ലേ? 32 പല്ലും വെളിയിൽ കാട്ടി ഇളിച്ചുകൊണ്ട് പറയാ നിങ്ങൾ മശായിഖന്മാരെ തൊട്ടു. നിങ്ങളെ മശായിഖന്മാരെ തൊട്ടാ പോരെ, ചാക്ക് കെട്ടി ചവിട്ടണം, വെള്ളം കുടഞ്ഞ് ചവിട്ടണം. മനസ്സിലായോ? ചാണകുഞ്ഞിലിട്ട് ചവിട്ടണം. അതാ നിങ്ങളെ മശായിഖന്മാരെ കോലം. ഹാഫിളായി, സംരക്ഷകനായി, മുദബ്ബിറായി അല്ലാഹ് മതി എന്ന് പറഞ്ഞതാണോലെ ഗതികേടിന്റെ ആരംഭം. അവൻ പറയണേ. പിന്നെ എന്തോടോ പറയേണ്ടത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാടോ ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാനായിട്ട് അല്ലാഹ് മതി. അതാണോ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഗതികേടാണത്? ദുരന്താണോ? അല്ലാഹ് മതി സംരക്ഷകനായിട്ട്, ഭരമേൽപ്പിക്കാൻ അല്ലാഹ് മതി, മുദബ്ബിറുൽ ആലമായി അല്ലാഹ് മതി എന്ന് പറഞ്ഞതാണോ? അങ്ങനെ പറഞ്ഞപ്പോ ഈ സമുദായത്തിന്റെ ഈമാനാകെ നശിച്ചു. അങ്ങനെ മശായിഖന്മാരുടെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ദീനിനെ വീണ്ടെടുക്കാൻ കളത്തിലിറങ്ങിയിട്ടുള്ളത് എന്നാണ് ഇവർ സാധാരണ പ്രസംഗിക്കാറുള്ളത്. അല്ലാഹ് മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അള്ളയാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും ഈമാനും പഴിച്ചു പോയിക്കൊണ്ട് ഞങ്ങളാണ് ഇപ്പൊ സമുദ്ധരിക്കാൻ വന്ന ആൾക്കാർ, ഞങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദീനീ സേവനം. ഞങ്ങളങ്ങനെ ദീനിനെ സംരക്ഷിച്ച് സമുദ്ധരിച്ച് ദീനിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും ഇത്? പണ്ട് കൂട്ടുകാരായിരുന്ന 2 നമ്പൂതിരിമാര് കുറെ കാലത്തിന് ശേഷം തമ്മിൽ കണ്ടുമുട്ടിയപ്പോ കുശലം ചോദിച്ചൊരു കഥ ഉണ്ട്. അച്ഛൻ തിരുമേനി മരിച്ചു എന്ന് കേട്ടു, എങ്ങനെ സുഖമരണമായിരുന്നോ എന്ന് ചോദിച്ചത്ര ഒരുത്തൻ. അപ്പൊ മറ്റവന്റെ മറുപടി, ഉവ് സുഖമരണം, പക്ഷെ അവസാനത്തെ ആ ശ്വാസം അങ്ങോട്ട് പോണില്ല, ഇങ്ങനെ കിടന്ന് കളിക്കുക. അപ്പൊ നോം ചെറുതായിട്ട് കഴുത്തിലൊന്ന് ഞെക്കിക്കൊടുത്തു എന്ന് പറഞ്ഞത്രേ. അപ്പൊ ഞെക്കിക്കൊന്നതാണ്, എന്നിട്ടാണ് സുഖമരണം എന്ന് പറയണത് എന്ന് പറഞ്ഞ പോലെ ഈ കുരുവട്ടൂരികളായ പാതിരിമാര് ദീനിനെ നെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ പറച്ചിലെന്താണ്? ഞങ്ങൾ ദീനിനെ നന്നാക്കാൻ വന്ന, സമുദ്ധരിക്കാൻ വന്ന മഹാന്മാരായ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ദീനിനെ സമുദ്ധരിക്കാൻ വന്ന ആളുകളാണ്. ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹംകിങ്ങള്. ഈ ദീനിനെ പോലെ അല്ലാഹു മതി ഹാഫിളായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ദീനാകെ പഴച്ചുപോയി. ഞങ്ങൾ ദീനിനെ ഹാഫിളായിട്ടും മുദബ്ബിറായിട്ടും അല്ലാഹ് പോരാന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദീനിനെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? സംരക്ഷകനായിട്ടും ഹാഫിളായിട്ടും കുതുബായിട്ടും മുദബ്ബിറായിട്ടും മടവൂർ ശൈഖുനുണ്ട്, അത് മതി. ഹാഫിളും മുദബ്ബിറും കുതുബും എല്ലാമായി മടവൂർ മതി എന്ന് പറയണം. എന്നാ തീർപ്പുതിയായി ഇവർക്കും തീർപ്പുതിയായി, ഇവരെ കയറൂരി വിട്ട ജൂതനും തീർപ്പുതിയായി, ശൈത്താനും തീർപ്പുതിയായി. ഏത് മടവൂര്? 33 കൊല്ലം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ചു മരിച്ച ഒരു സാദാ മുസ്ലിയാര്. അയാളാണത്രേ ലോകം നിയന്ത്രിക്കുന്നത്, അയാളാണത്രേ ആകാശം നിയന്ത്രിക്കുന്നത്, അയാളാണത്രേ കോടാനുകോടി ഗോളങ്ങൾ നിയന്ത്രിക്കുന്നത്, അയാളാണത്രേ അർഷും കുർസിയും നിയന്ത്രിക്കുന്നത്, അയാളാണത്രേ ആകാശവും ഭൂമിയും കടലും മരുഭൂമിയും കോടാനുകോടി ജീവജാലങ്ങളെയും സ്വർഗവും നരകവും മീസാനും പ്രവാചകന്മാരെയും എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, എല്ലാവരെയും സംരക്ഷിക്കുന്നത്, ഹാഫിളായി സംരക്ഷിക്കുന്നത്, മുദബ്ബിറായി പരിപാലിക്കുന്നത് ഈ മടവൂരാന്ന് വിശ്വസിക്കണം. അതാണ് ദീന്. മനസ്സിലായോ? ഇതാണ് ഈ ജൂതചാരന്മാർ, ഈ ദജ്ജാലുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇതിന് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. വല്ല ഈ വേഷവും കോലും ഈ വെള്ള തലപ്പാവും തലയിക്കെട്ടും അതിന്റെ മുകളിൽ ഒരു പച്ച തുണിയും എല്ലാം പാടെ ചിറ്റി വരിഞ്ഞിട്ട് ഒരു ബൊമ്മക്കോലത്തിലുണ്ട് ഇറങ്ങും സമൂഹത്തിലേക്ക്. എന്നിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാ, ആരാണ് ഇവന്മാര്, ഇവന്മാരുടെ തനി നിറമെന്ത്, അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഇവർക്കൊരു വിശ്വാസമുണ്ട്. കുറച്ച് കാലമായിട്ട് സമസ്തക്കാരിങ്ങനെ ഓരോ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് ഷീറ്റ് ഇങ്ങനെ മരവിച്ച് കിടക്കുകയുള്ളൂ. അപ്പൊ നരിയില്ലാത്ത കാട്ടിൽ കുറുക്കം നരി എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളാണ് ഇപ്പൊ ഏറ്റവും വലിയ ഖുറാഫികൾ എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള പൊറാട്ട് നാടകങ്ങളും വഷളത്തരങ്ങളുമാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒതുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖിന്റെ അത് ചെയ്യും ഞങ്ങള്. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കൺമുമ്പിൽ കണ്ടാൽ ജനങ്ങൾ കാറിത്തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ശക്തമായി സലഫി പ്രസ്ഥാനങ്ങളെ എതിർത്തിരുന്നവർ പോലും, ഇന്നും എതിർത്തുകൊണ്ടിരിക്കുന്നവർ പോലും ഇവരുടെ വിശ്വാസം അങ്ങേയറ്റം പിഴച്ചതാണ്. ഈ കുരുവട്ടൂരുകളുടെ വിശ്വാസം ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് പരസ്യം പറയാൻ തുടങ്ങി. പൊറുതി മുട്ടിയിട്ട് പറഞ്ഞു തുടങ്ങിയതാ. മനസ്സിലായോ?
അത്രത്തോളം വഷളത്തരങ്ങളാണ് ഇവർ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂന്നാല് ഈ ദജ്ജാലുകളുണ്ടല്ലോ, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന കുരുവട്ടൂർ ഹാഫിൽ എന്ന് പറയുന്ന ഓനെ ഒന്ന് പൊളിക്കും ഞങ്ങള്. ആരാണ് ഓനെന്ന് സമൂഹത്തിന് തുറന്നു കാണിക്കും. ഇൻഷാ അള്ളാ കാത്തിരിക്കുക. അടുത്ത വീഡിയോ അതായിരിക്കും. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.